ഇന്ന് രാവിലെ മുതൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയായി വാർത്തയെത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. കേസ് ഡയറിയിൽ ഇക്കാര്യങ്ങളിൽ കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു. ജാമ്യം നിഷേധിക്കാനുള്ള ഒരു സാധ്യത വ്യക്തമാക്കുന്ന ഒരേ ഒരു കാരണം മാത്രമാണ് അവസാനം കോടതി നിരീക്ഷിച്ചത്. അത് ആരോഗ്യ കാരണങ്ങളായിരുന്നു. പക്ഷേ രണ്ടാമത്തെ വൈദ്യപരിശോധനയിൽ ആരോഗ്യ കാരണവും തള്ളിയ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. രാഹുലിന് ഏതെങ്കിലും തരത്തിൽ ജാമ്യം നിഷേധിക്കത്തക്ക രീതിയിലുള്ള ജാമ്യം നൽകത്തക്ക രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് രണ്ടാമത്തെ പരിശോധനയിൽ ബോധ്യപ്പെട്ടതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. 22-ാം തീയതി വരെ റിമാൻഡിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലേക്ക് എന്നുള്ള വാർത്തയിൽ കോൺഗ്രസ് ഇനി അത് സമരമുഖരിതമാക്കും സംസ്ഥാനം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് രാവിലെ മുതൽ തെരുവുകളിൽ പ്രതിഷേധമായിരുന്നു. യൂത്ത് കോൺഗ്രസ്, KSU കോൺഗ്രസ് നേതാക്കൾ തെരുവിലിറങ്ങുന്നു, അതിശക്തമായി പ്രതികരിക്കുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു ഉണർവുണ്ടായിരിക്കുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ശരത് കെ ശശി എത്തിയിരിക്കുന്നു. ശരത്, ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്. എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കോടതിയുടെ തീരുമാനം? ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്ത ഒരു കേസിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെ കാരണങ്ങളാണ് ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് കോടതിയെ നയിച്ചത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. രാഹുലിനെ 22-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 22-ാം തീയതി വരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ൽ നിന്നും ഉണ്ടായിരിക്കുന്നു. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഘടകമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് രാഹുലിന്റെ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. രാഹുലിന് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ രാഹുൽ തലയ്ക്ക് പിറകിൽ രക്തം കട്ടപിടിക്കുന്ന അസുഖമുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പരിഗണന നൽകിക്കൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു കോടതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ആ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി വീണ്ടും വൈദ്യപരിശോധന നടത്തണമെന്നുള്ള നിലപാടെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ അല്പസമയം മുൻപ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് വീണ്ടും വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. ആ വൈദ്യപരിശോധനയിലാകട്ടെ രാഹുലിന് കാര്യമായ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതായിരുന്നു ജനറൽ ആശുപത്രിയിൽ നിന്ന് നൽകിയ മെഡിക്കൽ റിപ്പോർട്ട്. അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ട് എതിരായതോടുകൂടിയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളുക എന്ന ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 30ഓളം പേർ അറസ്റ്റിലായിരുന്നു. അതിൽ 30ഓളം പേരെയും കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം അവർ പിന്നീട് സെഷൻസ് കോടതിയെ സമീപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനുകൂലമായി മാറേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാൻ ഏതെങ്കിലും വിധേന കോടതി തയ്യാറാകണമെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ചികിത്സാ രേഖകൾ ഏറ്റവും ഒടുവിൽ കോടതി പരിശോധിച്ചപ്പോൾ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ, ജയിലിലടയ്ക്കാൻ അത്തരത്തിൽ ജാമ്യം നൽകാൻ മാത്രം ഉതകുന്ന ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു ചെയ്തത്. ഇതിൽ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അറസ്റ്റിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. ഏതായാലും ജാമ്യാപേക്ഷ കോടതി തള്ളുമ്പോൾ ആ വാദം കോടതി മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുകൂടിയാണ് വിലയിരുത്തേണ്ടത്. അറസ്റ്റിൽ നിയമപരമായ ചില തെറ്റുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നായിരുന്നു പ്രോസിക്യൂഷനെതിരെ പ്രധാനമായും പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത്. CRPC സെക്ഷൻ 41 പ്രകാരമുള്ള നോട്ടീസ് പോലും നൽകാതെയായിരുന്നു രാഹുലിന്റെ അറസ്റ്റ് എന്നായിരുന്നു പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത്. രാഹുൽ തന്നെ കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തനിക്ക് നോട്ടീസ് നൽകിയത് തന്നെ കസ്റ്റഡിയിലെടുത്ത ശേഷം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമായിരുന്നു എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. അങ്ങനെ അറസ്റ്റിൽ നിയമ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദവും കോടതി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഏതായാലും രാഹുലിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്യുന്നതിന് വേണ്ടി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിലെ 4ാം പ്രതിയാണ് രാഹുൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ, ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ സമരവുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അണികളെ സംയമനം പാലിക്കാൻ നിർദ്ദേശിക്കുന്നതിന് പകരം അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കാൻ കാരണമായത് എന്ന് ഞാൻ കരുതുന്നു. അതിലൊന്ന്, പൊതുമുതൽ നശിപ്പിച്ചിരിക്കുന്നു, PDPP ആക്ടിന്റെ പരിധിയിൽ പൊതുമുതൽ നശിപ്പിച്ചിരിക്കുന്നു എന്നൊരു കുറ്റകൃത്യം. രണ്ടാമത്തത്, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും അതിൽ ഈ സ്റ്റേഷൻ SHO റെജിനയുടെ കൈയുടെ അസ്ഥി ഒടിയത്തക്ക രീതിയിൽ സംഘം ചേർന്ന് ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന പോലീസിന്റെ നിലപാടാണ് ഇപ്പോൾ കോടതി ശരിവെച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ തിരിച്ചു വരാം.